ഹരി ഓം. നമ്മൾ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ കഥകളും ചരിത്രങ്ങളും പൂർണ്ണത്രയീശൻ്റെ ഭാവത്തിൽ ഭക്തിയിലും വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും ആചാരത്തിലും ജീവിച്ചു പോരുന്ന ഒരു പറ്റം ആളുകൾക്കുണ്ടായ അനുഭവങ്ങളും ഈ ക്ഷേത്രം ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ സങ്കേതം ഭക്തി സങ്കേതമായി മാറിയതിൻ്റെ ചരിത്രവുമാണ് പറയുന്നത്. നമ്മളിപ്പോൾ പറയാൻ തുടങ്ങുന്നത് പൂർണ്ണത്രയീശൻ എങ്ങനെ ഇരിക്കുന്നു, എന്താണ് സ്ഥിതി, ഏത് രൂപത്തിൽ ഭാവത്തിൽ എന്നതാണ് പറയാൻ പോകുന്നത്. വൈകുണ്ഠനാഥനായ ഭഗവാൻ വിഷ്ണു നരനാരായണ ഭാവത്തിലിരിക്കുന്ന കൃഷ്ണനും അർജുനനും ബ്രാഹ്മണന്റെ മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി വൈകുണ്ഠത്തിലെത്തിയപ്പോൾ പഞ്ചലോഹത്തിൽ തീർത്ത വിഗ്രഹം ഇവരെ ഏൽപ്പിച്ചു എന്നാണ് കഥ. അങ്ങനെയാണ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ തൃപ്പൂണിത്തുറയിൽ ഈ പഞ്ചലോഹ വിഗ്രഹം എത്തിയത്. ഇത് വൈകുണ്ഠനാഥനാണെന്നും സന്താനഗോപാലനാഥനാണെന്നും രണ്ട് സങ്കല്പമുണ്ട്. ഇതിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. നിത്യേന ക്ഷേത്രത്തിൽ 5 നേരം പൂജയുണ്ട്. നിത്യേന ക്ഷേത്രത്തിൽ ആന വേണം, ശിവേലിക്ക് ആന വേണം എന്നൊരു നിബന്ധന അവിടെയുണ്ട്. പഞ്ചലോകം കൊണ്ടുള്ളതായതുകൊണ്ട് കണ്ണിൻ്റെ പണി, വിഗ്രഹത്തിൻ്റെ കണ്ണ് തുറക്കാൻ ഉന്മീലന രീതി എന്ന ഒരു സമ്പ്രദായം ഉണ്ട്. കണ്ണിൻ്റെ പണി ഇതുവരെ പൂർത്തിയായില്ല. 3 വേദങ്ങളായ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളുടെ ദേവനായതുകൊണ്ടാണ് പൂർണ്ണത്രയീ 3 എന്ന അർത്ഥത്തിൽ പൂർണ്ണത്രയീശൻ എന്ന പേര് വന്നത് എന്നാണ് അതിൻ്റെ സങ്കല്പം. വേദങ്ങളുടെ അധിപതിയായത് കാരണമാണ് ജ്ഞാനാവസ്ഥയിലാണോ എന്നും ഒരു സംശയം ഇല്ലായിരിക്കില്ല. അങ്ങനെ ജ്ഞാനാവസ്ഥയിൽ ഇരിക്കുന്ന ഭഗവാൻ വിഷ്ണു വലത്തെ കാല് അനന്തൻ്റെ മുകളിൽ ചവിട്ടി നിന്ന് വലത്തെ കൈ കാല് തുടയുടെ മുട്ടിൻ്റെ മുകളിൽ പൊക്കി വെച്ചും ഇടത്തെ കാല് അനന്തൻ്റെ ദേഹത്ത് ചവിട്ടി നിർത്തിയുമാണ് വിഗ്രഹമുള്ളത്. ഈ ക്ഷേത്രം കൊച്ചി രാജാക്കന്മാരുടെ കുലദേവതാ ക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കുമ്പളങ്ങ അവിടെ അനന്തപുരം, കാസർഗോഡ് ക്ഷേത്രത്തിലേതുപോലെ അനന്തൻ്റെ ഫണത്തിൻ്റെ കീഴിലിരിക്കുകയും അനന്തൻ്റെ മേൽ ഇരിക്കുകയും ചെയ്യുക. ആ അവസ്ഥയാണ്. കാരണം കൊട പോലെ അനന്തൻ, അങ്ങനത്തെ ഒരു ഭാവമാണ്. വടക്കുനാഥ ക്ഷേത്രത്തിലേതുപോലെ ഈ ക്ഷേത്രത്തിലെ തെക്ക് ഭാഗത്ത് നട തുറക്കാറില്ല. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം അർജുനൻ വൈകുണ്ഠത്തിൽ നിന്നും കിട്ടിയ മഹാവിഷ്ണുവിനെ പൂർണ്ണി നദിയുടെ തീരത്ത് പ്രതിഷ്ഠിച്ചു എന്നതാണ്. ക്ഷേത്രത്തിലെ വിഗ്രഹം തീർത്ത മൂശാരി കണ്ണിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഭഗവാനിൽ ലയിച്ചു എന്നും ഒരു കഥയുണ്ട്. അതുകൂടാതെ ഒരു നങ്ങേമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ കുട്ടിയും ഭക്തി, വിശ്വാസ, അനുഷ്ഠാന, ആചാര നിഷ്ഠകൾ പാലിച്ച് ഭഗവാനിൽ അത്രമാത്രം പ്രണയഭാവത്തിൽ കൂടെ ആയതുകൊണ്ട് ഭഗവാനിൽ വിലയം പ്രാപിച്ചു എന്നും പറയുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം. ചിങ്ങമാസത്തിൽ മൂശാരി ഉത്സവം, ഇങ്ങനെ ഒരെണ്ണം നമ്മൾ പുറത്തെങ്ങും കേൾക്കാറില്ല. നങ്ങിപ്പെണ്ണിൻ്റെ ഉത്സവം, ഈ നങ്ങേമ എന്ന പെണ്ണ് ഭഗവാനിൽ ലയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മ പുതുക്കൽ എന്ന അവസ്ഥയിലാണ് നങ്ങിപ്പെണ്ണിൻ്റെ ഉത്സവവും. തുലാമാസത്തിൽ കർപ്പൂരക്കോലം എഴുന്നള്ളിക്കുന്ന അമ്പലം കത്തിയ ഉത്സവം. വൃശ്ചികമാസത്തിൽ ചോതി നാൾ മുതൽ തിരുവോണം നാൾ വരെ ഉത്സവം. കുംഭമാസത്തിൽ ചോതി മുതൽ തിരുവോണം വരെ പറ ഉത്സവം, പറയെടുപ്പാണ് അന്ന് നടക്കുന്നത്. കുംഭമാസത്തിൽ തന്നെ വീണ്ടും ഉത്രനാളിൽ ആഘോഷം
ധ്വജാദി, പടഹാദി, അങ്കുരാദി നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ്. എന്നീ 3 തരത്തിലുള്ള ഉത്സവങ്ങളുമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. വളരെ പ്രസിദ്ധിയുള്ളത് അങ്കുരാദി ഉത്സവത്തിലെ തൃക്കേട്ട പുറപ്പാടിനാണ്. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ രീതിയിൽ പറയപ്പെടുന്നത്. ഇവിടെ മംഗലാപുരത്തു നിന്നുള്ള ശാന്തിക്കാരാണ് പൂജിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പരശുരാമൻ മംഗലാപുരത്തു നിന്നും ശാന്തിക്കാരെ കൊണ്ടതാണ് ഇവിടെ ബ്രാഹ്മണരെ കൊണ്ടെന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു. ഇവിടെ അവർക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊടുത്ത് ഇവിടെ നിർത്തിയെന്നാണ്. ഇവിടെ ശ്രീവള്ളി എന്ന ഗ്രാമത്തിലെ വൈഷ്ണവ ബ്രാഹ്മണരാണ് ഇവിടുത്തെ മേൽശാന്തിമാരെ. കീഴ്ശാന്തിമാരായി ഇങ്ങനെയുള്ള വൈഷ്ണവരോ അല്ലെങ്കിൽ കേരളത്തിലെ നമ്പൂതിരിമാരോ ആവാം. ഇതാണ് ചിട്ട. ധനുമാസത്തിലെ തിരുവാതിര നാൾ ഏകാദശി പെരുന്തൃക്കോവിലിലെ ശിവനും കുംഭത്തിനും ഉത്രത്തിനും എവിടെ നിന്നും കുറച്ച് വടക്ക് മാറിയുള്ള പിഷാരിക്കോവിൽ ഭഗവതിയും ആറാട്ടിനായി ഇവിടെ എത്തുമ്പോൾ മാത്രമേ ഇവിടെ ശൈവ ശാക്തേയ മൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടാവൂ. അതല്ലെങ്കിൽ ശൈവ ശാക്തേയ മൂർത്തികളുടെ സാന്നിധ്യം ക്ഷേത്രത്തിലില്ല. ഇവിടെ വൈഷ്ണവ ചൈതന്യം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ ഈ ക്ഷേത്രത്തിൽ വിഗ്രഹം തൊടാനുള്ള അധികാരങ്ങൾ എന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ മേൽശാന്തിക്ക് മാത്രമേ വിഗ്രഹം തൊടാൻ പാടുള്ളൂ. നിത്യവും 4 പൂജകളും വിശേഷങ്ങളിൽ 5 പൂജയുമാണ് ഇവിടെ നടക്കുന്നത്. അതിലൊരു പൂജയെങ്കിലും തന്ത്രിയുടെ ഇല്ലത്തെ അവരോധം കഴിഞ്ഞവർ ആരെങ്കിലും പൂജിക്കണം എന്ന് നിർബന്ധമാണ്. ബാക്കി പൂജകളെല്ലാം മേൽശാന്തി ആയിരിക്കും സാധാരണ കഴിക്കുക. ശ്രീകോവിലിൽ മേൽശാന്തിയും കീഴ്ശാന്തിയും കയറുമെങ്കിലും വിഗ്രഹം തൊടാനുള്ള അധികാരം മേൽശാന്തിക്ക് മാത്രമേ ഉള്ളൂ. ശീവേലി നടത്തുന്നത് കീഴ്ശാന്തിയാണെങ്കിലും പീഠത്തിൽ നിന്ന് എഴുന്നള്ളിക്കുന്ന വിഗ്രഹം എടുക്കാനുള്ള അധികാരം മേൽശാന്തിക്ക്, തടമ്പ്, ഇത് മേൽശാന്തിക്ക് മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ പുറപ്പെടാ ശാന്തിക്കാരാണ്. നമ്മൾ പുറപ്പെടാ ശാന്തി എന്ന് കേട്ടത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ, കാലങ്ങൾക്ക് മുമ്പേ പൂജകൾ ചിട്ടപ്പെടുത്തിയ കാലം തൊട്ടേ പുറപ്പെടാ ശാന്തി എന്നൊരവസ്ഥയുണ്ട്. വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയിക്കൂടാ. ഇതാണ് പുറപ്പെടാ ശാന്തി. മേൽശാന്തിയും കീഴ്ശാന്തിയെയും അവരോധിക്കുന്ന ചടങ്ങുണ്ട്. മേൽശാന്തിയെ തിരഞ്ഞെടുത്ത ആളെ 12 ദിവസം അമ്പലത്തിൽ ഭജനത്തിന് ശേഷം തന്ത്രി മൂലമന്ത്രം പറഞ്ഞുകൊടുത്ത് അവരോധിക്കും. ഭട്ടതിരിമാരാണ് അവരോധിക്കുന്നത്. കീഴ്ശാന്തിക്ക് 3 ദിവസത്തെ ഭജനം മാത്രം നടത്തിയാൽ മതി. ഇവർ രണ്ടുപേരും താന്താങ്ങളുടെ ചുമതല തീർത്ത് അവരോധം വിട്ടൊഴിഞ്ഞു പോകുന്നത് വരെ ക്ഷേത്ര സങ്കേതം വിട്ടുപോകാൻ പാടുള്ളതല്ല. പുറത്തുപോയി ഭക്ഷണം കഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പാടുള്ളതല്ല. ഇവിടെ ബ്രഹ്മചാരിയുടെ പൂജ, ഗൃഹസ്ഥൻ്റെ പൂജ, യോഗിയുടെ പൂജ, ഈ 3 അവസ്ഥയിലാണ് പൂജയുടെ സമ്പ്രദായം. പുറപ്പെടാ ശാന്തി ആയതിനാൽ മേൽശാന്തിയുടെ പൂജ ബ്രഹ്മചാരിയുടെ പൂജയായി കണക്കാക്കാം. മേൽശാന്തിയുടെ പൂജ എപ്പോഴും ബ്രഹ്മചാരിയുടെ പൂജയായിട്ടാണ്. തന്ത്രി പൂജ ഗൃഹസ്ഥൻ്റെ പൂജയാണ്. തന്ത്രി ഗാർഹസ്ഥ്യ സമ്പ്രദായത്തിൽ ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്ത്രിയുടെ പൂജ ഗൃഹസ്ഥൻ്റെ പൂജയാണ്. അതിനാൽ തന്ത്രി കുടുംബത്തിലെ അംഗങ്ങൾ വേലിക്ക് വിവാഹത്തിൻ്റെ ശേഷം മാത്രമേ ശ്രീകോവിലിൽ കയറുള്ളൂ. കാരണം ഗൃഹസ്ഥനാണ്. ഇവ രണ്ടും നിത്യേന നടക്കുന്നു. യോഗി പൂജ അപൂർവമായേ നടക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മൂത്തത് എന്ന ഒരു അവസ്ഥ അവിടെയുണ്ട്. ക്ഷേത്രത്തിലെ അകത്തെ കാര്യങ്ങളുടെ ചുമതല ഇളയിടത്ത് മൂത്തതിനാണ്. തൊട്ടടുത്ത് ഇളയതിൻ്റേത് എന്ന വാസസ്ഥാനമുണ്ട്. ഒരു കാലത്ത് മൂത്തതിനിവിടെ ശീവേലി എഴുന്നള്ളിക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പഴയ സമ്പ്രദായത്തിൽ കളികളി
ഭ്രമമുള്ള ആളുകൾ ആയിരുന്നു ഒരു മിക്കവാറും എല്ലാവരും. അത് തന്നിലിരിക്കുന്ന ഫൈറ്റിൻ്റെ ഭാവം കളിയിലൂടെ ചാനലൈസ് ചെയ്ത് താൻ ശുദ്ധനാകുന്നു എന്നതാണ് അതിൻ്റെ താന്ത്രിക രീതി. ചതുരംഗം കളിയിൽ മുഴുകി അദ്ദേഹം എഴുന്നള്ളിക്കാൻ വരാതിരുന്നു എന്നാണ് മൂത്തത്. അപ്പോൾ കീഴ്ശാന്തിയെ കൊണ്ട് എഴുന്നള്ളിപ്പ് നടത്തിയെന്നും ഈ വിഷയം വാതിൽമാട യോഗത്തിൽ ചർച്ച ചെയ്ത് ഇനി ശീവേലിക്ക് കീഴ്ശാന്തി എഴുന്നള്ളിച്ചാൽ മതി എന്ന തീരുമാനം എടുക്കുകയുണ്ടായി. എങ്കിലും ചിങ്ങമാസത്തിലെ ഉത്സവത്തിന് ആറാട്ട് ദിവസം ആറാട്ട് ബലി തൂവാനുള്ള ചുമതല മൂത്തതിനാണ്. ഹരിയോ.